അസ്സലാമലൈക്കും. അപ്പം ഇല്ലേ, ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ പണീൻ്റെ ഇടയിൽ നിന്ന് ബൈലോട്ട് വന്നത്. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉമ്മ കിച്ചണിൽ തകർത്ത് പണിയിലുണ്ട്. എന്തായി നല്ല നോക്കാം. അസ്സലാമലൈക്കും മക്കളെ. ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്ന ഇതാ. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ്റെ കാലെടുത്ത, പിന്നെ ഇത് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കഷ്ണം വലിയ ഉള്ളി, പിന്നെ ഒരു പൊടി ചെറിയ ഉള്ളി, എന്താ ഒരു പൊടി ചെറിയ ഉള്ളി, അത് പുതിനല്ലേ, ഇത് മല്ലിയല്ലേ, വെളുത്തുള്ളി ഇതാ, ഒരു പൊടി വെളുത്തുള്ളി ഇതെല്ലാം സൂപ്പിന് ഇങ്ങനെ വെക്കല്. ഞാനിങ്ങനെ വെക്കല് മക്കളെ. നിങ്ങൾ എല്ലാവരും ഇത് പൊതിന വീട്ടുന്ന് ഞാൻ ഇങ്ങനെ വെക്കലുണ്ട്. ഇങ്ങനെയും വെക്കാം, എങ്ങനെയും വെക്കാം. അത് പാലക്കിൻ്റെ ഇല, അത് മഞ്ഞപ്പൊടി എടുത്ത്, മഞ്ഞപ്പൊടി എടുക്ക്. പാലക്കിൻ്റെ മഞ്ഞപ്പൊടി പാലക്കിൻ്റെ ഇല വയ്യ, ഇത് കുറെ വേണമല്ലോ, കാലല്ലേ, കൊണ്ട മഞ്ഞപ്പൊടി ഇടാൻ. മഞ്ഞപ്പൊടി ഇത് വെള്ളം, കയ്യിൽ ഒരു കപ്പ് വെള്ളം കൂട്ടുന്നു. നല്ലോണം വെള്ളം കൂട്ടി എത്ര നല്ലത്. വെള്ളം കൂട്ടണം, എന്തെങ്കിലും വേണമല്ലോ, വെന്ത് കലങ്ങണം. സൂപ്പ് നമുക്ക് വെന്ത് കലങ്ങണം. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ വൈസറോയിലിന് സൂപ്പ് കുടിച്ചിന്. വൈസറോയില് ഭക്ഷണേ നല്ലതാണ്. ഞാൻ പണ്ടേ മേഖലുണ്ട്. പിന്നെ ഓരോ ഇതുകൊണ്ട് ഞാൻ പുകത്തി പറയുന്നതല്ല, അത് വിചാരിച്ചോട്ടെ. പണ്ടേ ഞാൻ വൈസറോയിൽ തന്നെ മേഖല. അടുത്ത സൂപ്പ് കുടിച്ചിന് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാനും ആക്കുന്ന നല്ല ടേസ്റ്റിൽ. ഇത് പാകത്തിലുള്ള ഉപ്പ്, പിന്നെ അതിന് പാലക്കിൻ്റെ അരി ഇടുന്നു. ഞാൻ ഒരു 2 കറുവപ്പട്ട ഇട്ടില്ലേ. ഇതൊരു ജീരകം ഇടുന്നു, ജീരകം, നല്ല ജീരകം, 2-3 കഷ്ണം കറാമ്പ്, കുരുമുളക്, എല്ലാത്തിനും നല്ലത്. നമുക്ക് എന്താക്കാനും ഇതാ ചെറിയ കുഞ്ഞുമക്കൾ എത്ര നല്ലത്. ഇത് ഒരു 3 ഏലക്ക. അത് ഇഷ്ടമില്ലാത്ത ആളുണ്ടാവും ചിലക്ക്. നെയ്യിലൊക്കെ പെയ്തിടുന്നു ഞാൻ ഇട്ടിട്ട് എത്ര നമുക്ക് നല്ലത്. ഉപ്പിട്ടിന്. അപ്പം പാലക്ക് ഇത് ഇതെല്ലാം തളച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പാലൊക്കെ ഇട്ടിട്ട് ഒരു തള ആയിട്ട് അപ്പൊ ഞമ്മ കുടിക്കല്. ഒരു തള തിളപ്പിച്ചാൽ മതി. പാലൊക്കെ ഇട്ടിട്ട് കുറേ തിളപ്പിക്കണ്ട, കുറേ പാടണ്ട. ഇന്നപ്പോ കൊറേ പണിയുണ്ട്. ഇന്ന് കൊറേ പണിയുണ്ട്. എന്റെ കറാമേന്ന് എന്റെ മോള് വരുന്നുണ്ട്. എന്റെ മോള് വെച്ചെങ്കിൽ അതെന്റെ മോള് തന്നെ അല്ല, ഞങ്ങളെ ബന്ധമൊക്കെ. പക്ഷെ ബന്ധത്തിനെക്കാട്ടിയും വലിയ ബന്ധമാണത്. അതായത് പിച്ചത്തിന്റെ മക്കളെയും കാട്ടി സ്നേഹം തരുന്ന മോളത് എന്നോട്. കുടുംബക്കാരെ കാട്ടിയും കൂടുതൽ. ഇതെന്തിനും ഇടുന്നതെന്ന് നിങ്ങൾക്ക് അറിയല്ലോ. തളിച്ചിട്ട് മറിയുന്നതിന് ഇതിന് മുന്നേ പറഞ്ഞിന് ഒരു സ്പൂൺ ഇട്ടിട്ട് കുക്കറിൽ വെച്ചെങ്കിൽ ഇത് മറിയില്ല. ഇതിപ്പോ നോക്കണം ഇതിന്റെ കഥ എങ്ങനെയാണ്. മറിയല്ല, ഇതുവരെ പറഞ്ഞിട്ടാ. ഇന്നത്തെ നമുക്ക് പറയാൻ പറ്റിയില്ലല്ലോ. പിന്നെ ആര് എന്നെ കുറ്റം പറയുന്ന ആള് എന്ത് പറയുന്നു പറഞ്ഞോട്ട്. ഞങ്ങൾ എന്ത് ശരിക്കും ഉവാക്കേ അറിയും, അത്രേ പറയുന്നു. ഞങ്ങളെ കിച്ചൺ നിങ്ങൾ വിചാരിക്കണ്ട ഇതുപോലെ ഇത്ര നല്ല നീറ്റൊന്നും ഇങ്ങനെ എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഇനിയിപ്പോ പണിയെല്ലാം തീരുമ്പോ എല്ലാം ഒന്നാകെ ഇപ്പൊ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൂടുതലാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം. ഇനി അടുത്ത സാധനം ഇത് എന്റെ മോള് വരുന്നെന്ന് പറഞ്ഞു. വരുമ്പോഴൊക്കെ ഞാനിത് പൊരിക്കാൻ വേണ്ടിട്ട് പൊരിക്കുന്നല്ല, അതായത് ഒരു മസാല ആക്കുന്ന. ആ മസാലക്ക് വേണ്ടിട്ട് ഇതാ ഇവിടെ ഇടുന്ന സാധനം ഇതെല്ലാം ഒന്ന് നോക്കും. മല്ലിയല്ലേ, ഇത് ഉമ്മ കൊറേ പ്രാവശ്യം കാണിച്ചു. എന്നാലും നിങ്ങൾ അതില് കണ്ടോ, ആൾക്കാർ കാണാത്ത ആൾക്കാരുണ്ട്. കൊറേ ആള് ചോദിക്കുന്നോലോ. അത് സാരില്ല. എന്തെല്ലാം ഉള്ളി തക്കാളി ഇട്ട്, പിന്നെ ഇതിട്ട്, പൊതിന ഇട്ട്, മല്ലിയില ഇട്ട്. അപ്പൊ പൊതിന മല്ലിയില ഇട്ട് പച്ചമുളക് മുറിച്ചിടാം. കായ്ക്കുന്നതിൽ മുറിച്ചിടാം. നമുക്ക് കായ്ച്ചു ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, 2 ഗ്രാമ്പ്, കുറെ ഇട്ടിരുന്നില്ല. പിന്നെ എളുപ്പത്തിൽ പണി തീർക്കുന്ന മക്കളെ. ആരും എന്ത് വിചാരിച്ചണ്ട. ഇത് കുരുമുളക്. അപ്പൊ അത് മുളെല്ലാം പെരക്കിയിട്ടുണ്ട്. പച്ചമുളക് ഇതിലൊക്കെ ഇടണം. കായ്ക്കുന്നു ചിറ്റി ചട്ടിക്ക് വയ്ക്കുമ്പോ. ഇതാ നല്ല ജീരകം,
ഞാനിപ്പോൾ ഈ എളുപ്പത്തിൽ പണി തീർക്കുന്ന. പിന്നെ ഇത് തക്കാളി ഇട്ട് ഉപ്പിട്ടിട്ട് ഉപ്പിട്ടാ ഞാൻ ഇത് മസാലപ്പൊടി ഇടുന്നു. ഗരം മസാല ഗരം മസാല ഇതെല്ലാം ഞങ്ങളുടെ കണക്ക് ഓത്തപ്പറവോ? ഞങ്ങളുടെ കണക്ക് എൻ്റെ അല്ല എൻ്റെ കണക്ക് ഓത്തപ്പറവ് നിൽക്കല്ലേ. ഇതില്ലേ ഇതിന്റെ ടേസ്റ്റ് കിട്ടാൻ മക്കളെ, നല്ല ടേസ്റ്റ് കിട്ടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു, കാട്ടിച്ചു തരും. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ഇതാ ഇതെന്ത് പറഞ്ഞാല് തക്കാളി പേസ്റ്റ്. ഇതാ ഇതിലേക്ക് ഒഴിച്ചെങ്കിൽ തക്കാളി ഇത് ഒഴിച്ചിട്ട് നമ്മ അടിച്ചിട്ട് ഇപ്പൊ കോയും പെരക്കിയിട്ട് വെച്ചെങ്കിൽ അതിന്റെ ഇത് കൂട്ടാൻ എന്തോ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നു. നല്ലെണ്ണ എന്തെണ്ണയാവോ ഇതിപ്പോ ഞാൻ നല്ലെണ്ണ ഒഴിക്കുന്നു. കോഴിയല്ലേ, ഒരു 2 സ്പൂണൊക്കെ നല്ലെണ്ണ ഒഴിച്ച് ഉപ്പ് പിന്നെ അതിൽ പെരക്കി വെച്ചിന് പോലെ കുറെ ഉപ്പ് കൂടി പെട്ട ഇതിനെ അടിച്ചിട്ട് നമുക്ക് ചട്ടിയിലാക്കി വെക്കാം. ഇത് ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട് ഇന്നലെ വെച്ചത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഇടുക, ഇട്ടിട്ട് അത് പെരക്കീന അയാൾ കാരം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നത്. പിന്നെ കുറച്ച് സാർജീരകം ഇടും. ഇതെന്നിട്ട് നമുക്ക് മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ ഇതിലേക്ക് ഞാൻ മസാല ഇന്ന് വെച്ചിട്ട് ഇട്ടിട്ട് ഇതങ്ങനെ ഇതാ ഇത് അന്ന് കാണിച്ചെടുക്കത്തില്ല. അത് വേറെ ഇത് വേറെ. അത് കുക്കർ പോയി. ഇത് അടുപ്പിൽ ചട്ടിയിൽ വെക്കുന്നേ ചട്ടിയിൽ കാണിച്ചിന് മാത്രം. ഇത് മസാല എല്ലാം വേറെ ഇതാ ഉണ്ടാ മസാല. ഇനിയിപ്പോ ഈ മസാല നമുക്ക് ഈയിൽ വെക്കാന്ന് വെച്ചാൽ ഈ മസാല വെള്ളം കൂട്ടിയിട്ട് കരം വരുമ്പോ അതിലേക്ക് മസാല കൂട്ടാം. ഇവിടെ സൈഡിൽ ഉമ്മ തക്കാളി വേവിച്ചിട്ട് പേസ്റ്റ് ആക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിക്ക് ഓയിലിടാം. അപ്പൊ ഞങ്ങളില്ലേ എല്ലാം എടുക്കുന്നുണ്ടത്. നിങ്ങൾക്കില്ലേ വേണമെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. കൂട്ടാനോ? തീ കുറച്ച് കുടിക്കാം. ഇതിലേക്ക് വെള്ളം കൂട്ടണോ? കുറച്ച് വെള്ളം നെയ്യിലുണ്ടാ വെള്ളം മസാല വെള്ളം കുറച്ച് വേണ്ടേ ഒട്ടും പറ്റും. വെള്ളം കൂട്ടണം. എനിക്ക് ചെറിയ തീര് വെക്കാം. ഈ വെള്ളം കൂട്ടുന്നത് വെള്ളം വേണമെങ്കിൽ കൂട്ടിക്കോളാം. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടാം. ഇല്ലെങ്കിൽ ഇതിലെന്നെ പറ്റിയിട്ട് കഴിച്ച് കുട്ടില്ല. ചെറിയ തീര് വെക്കുന്നല്ലോ. ചെറിയ തീര് വെക്കാം. നല്ല പാങ്ങലതാ തിളക്കുന്നുണ്ട് ഇപ്പൊ. ഇനിയിപ്പോ നമുക്ക് ചെറിയ ചെറിയ തീര അപ്പുറത്തേക്ക് വെക്കാം. അപ്പല്ലേ ചെറിയ തീരായാലേ പോവും. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ആയിക്കൊണ്ടിരിക്കണം. ഒരു മൊത്തത്തില് നല്ല പാങ്ങലൊരു 30 മിനിറ്റ് വെച്ചെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാം നൂരുന്ന പോലെ വരും. ഓക്കെ, എൻ്റെ മോന് കരിയുന്നുണ്ട്. ഞാൻ എന്തെന്ന് നോക്കട്ടെ. കാണിച്ചു തരാം ഞാനിതാ. കണ്ട കരിയുന്നുണ്ട. ഇപ്പോ ഇതൊരു 10-12 വിസിൽ കൂക്കി. അപ്പോഴേക്ക് അത്ര നിറച്ചുണ്ടാതി. എത്ര പഴം അറിയണം? ഇപ്പൊ അത്ര ഒന്നും അറിയുന്നില്ല. കുറച്ച് അലങ്കോലാന്ന് മാത്രം. നമ്മളെ ചിക്കനും ഇവിടെ മൂടിയിട്ടും വെച്ച് ക്ലീനിങ്ങിന്റെ പരിപാടി തുടങ്ങി. ബാക്കി ക്ലീനിങ് എല്ലാം ചെയ്യട്ടാവോ? ഇത് ഇതാന്നുണ്ട്. ഇടക്കിടക്ക് മറിച്ചിടണോ? മറിച്ചിട്ട് ഇങ്ങനെ മാതിയിലും ഒരു പ്രളയം കഴിഞ്ഞിട്ട്. അപ്പൊ ഇതൊരു ഗ്രില്ലും മസാലയും എല്ലാം ആയിട്ടുള്ള ഇതില്ലേ ഞങ്ങൾ പൊതുവെ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? നമ്മൾ ഹോട്ടലിലെല്ലാം കിട്ടുന്നില്ലേ, അതിന്റെ വേറൊരു വേർഷന്. അപ്പൊ ഇതിലെന്തെല്ലാം ഉണ്ടാച്ചാൽ പുതിന ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഉള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇതിലേക്ക് മല്ലിയില. ഇത്ര സാധനവും
ഉപ്പ് ഇടണം. അത്ര സാധനമല്ല തെറ്റിപ്പോയി. ഉപ്പ്, നല്ല ജീരകം. ഇതൊന്ന് അടിച്ചിട്ട് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് മോരിൻ്റെ ഒക്കെയും തൈരിൻ്റെ ഒക്കെയും പോവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് മോരിൻ്റെ ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. കാരണം തൈര് നമ്മളിവിടെ തീർന്നുപോയി. കുറച്ച് ഉപ്പ്, പിന്നെ അടിയാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് ഇങ്ങനെ അടിയാനുള്ള തൈര്. ബയ്യ ഇത് നല്ല പേസ്റ്റ് ആക്കിയ പിന്നെയാണ് നമുക്ക് ഇതിടേണ്ടത്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടുന്നത്. ബയ്യ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ആക്കാമല്ലോ. ഇനി അടിക്കാം. ഇതിപ്പോ നമ്മ ലബനപ്പം എടുക്കുന്നത് അതിലേക്ക് ഇതാ. അപ്പൊ ഇത് കുറച്ച് ലൂസായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളെ ഈ സാധനം ഇല്ലേ, നമ്മളെ പേസ്റ്റിയിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ളിടുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ലൂസായിട്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ എല്ലാം കിട്ടുന്നില്ലേ, ഇറാനിയൻ കബാബിൻ്റെ ഒക്കെ മറ്റേ പാകിസ്ഥാനി ഫുഡിൻ്റെ ഒക്കെ എല്ലാം. ഇത് ഇതിലേക്ക് ഒന്നും കൂടി ലബനപ്പം ചേർത്തെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. ഇതിപ്പോൾ ഒരു തിക്കല്ല പിന്നല്ല കൺസിസ്റ്റൻസി. ഞാനിത് കുറച്ചും കൂടി തിക്കാക്കുന്നു. ഇത് ഫുള്ളിടുന്നു. ഇത് നോക്കാം, എൻ്റെ സൂപ്പ് നോക്കിട്ടോ. ഇതിപ്പോ അല്ലേ നല്ല ടേസ്റ്റ്. ഇപ്പൊ എല്ലാം കൂട്ടാൻ ഇതിപ്പോ സാധാരണയായിട്ടുള്ള സൂപ്പ് റെഡി ആയില്ല. സാധാരണ ഇതിപ്പോ ഞമ്മ വേണ്ടി പാലക്ക ഇടുന്ന പാലക്കിടുന്നത് നല്ലത്. പാലക്ക എത്രയും നല്ല നല്ല രസം ഉണ്ടാണ്. കുറച്ച് അയണ് കൂടാൻ വേണ്ടിട്ട് പാലക്ക എങ്ങനെ ഇടുന്ന ഇത് ഇങ്ങനെ പാലക്ക ഇട്ടിട്ടുള്ള സൂപ്പ് നിങ്ങൾക്ക് അറിയില്ല. പാലക്കും മട്ടനും. പാലക്കിന്റെ സൂപ്പ് തന്നെ മാക്കല്ലേ പച്ചക്കറി ഇല്ല, പാലക്കും മട്ടനും ആയിട്ടുള്ള സൂപ്പ് അത് വെക്കുന്നത്, കറിയും വെക്കുന്നത്, സൂപ്പ് വെക്കുന്നത്. ഇത് ഒരു പേരിൽ പെടുന്നതിലേക്ക്. ഇതിനിപ്പോ ഒരു കുത്തോ അതിപ്പോ ഇതാകുമ്പോ ഒരു താല് താവും. അപ്പൊ പിന്നെ അതിലേക്ക് ഒരു താളാക്കുമ്പോ മതി. കറി നല്ല പാങ്ങല 2 തള വരുമ്പോഴൊക്കെ നമുക്ക് ബന്ധാക്കാം. 2 തള വരുമ്പോ മതി. ഒരു തള വന്നിട്ട് കുറച്ച് ചെറിയ തീയിലാക്കിയിട്ട് കുറച്ച് സമയം കൂടി വെച്ചാല് പാലക്ക് ബന്ധിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ ബട്ടൂറൊക്കെ ഉള്ള കുഴച്ചിട്ടുണ്ട്. ബട്ടൂറിന്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട്. കാണേണ്ട ആൾക്കാർ അത് ഞാൻ ആ ലിങ്ക് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതെന്തുമാ ഇതില്ലേ, ഇത് പുളിവാളത്തിന് എല്ലാവരും പറയുന്നു പുളിവാളം പിന്നെ ആറ്റും ശരിയാകുന്നില്ല. ഞാൻ എൻ്റെ കണക്ക് അങ്ങനെ ഇല്ല. ദയ്യില് 1.5 കപ്പ് പിന്നെ അരി, 1.5 കപ്പ് അരി, 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ. വലിയ മുട്ടയെങ്കിൽ 1 മുട്ട മതി. നമ്മളെടുത്ത വലിയ മുട്ട 1 മുട്ട അത് കൂട്ടിയിട്ട് അരച്ചിട്ട് പുളിവാളം ചൂടാൻ വേണ്ടിയിട്ട് എൻ്റെ കല്ല് ശരിയില്ല. പുളിവാളും എൻ്റെ വീഡിയോയിലുണ്ട്. വേണ്ട ആൾക്കാർ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അതെല്ലാം സംഭവം. അപ്പോൾ ഇപ്പോൾ ഇവിടെ സമയം 4 മണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്ക് മുന്നേ എല്ലാ പണിയും ഒരുക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് ഇപ്പം എന്തുണ്ടത് നമ്മളെ നേരത്തെ ഇതെല്ലാം കണ്ടിട്ടേ നമ്മളെ സൂപ്പ് അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ മതി. പാലക്ക് ചിക്കൻ, പിന്നെ ഇത് നേരത്തെ കാണിച്ചെന്ന് നമ്മളെ ടൊമാറ്റോ, അതും ഒന്നും കൂടി അതിനെ ഇത് ഇതാക്കി. പിന്നെ അതിന് ബീഫ് കറി ഉണ്ട് കുറച്ച്. ഇന്നത്തെ എല്ലാ സംഭവം. ഉമ്മാല ചായ കുടിക്കട്ട്. ഞങ്ങൾക്ക് നോമ്പുണ്ട്. അപ്പം നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് നീറും. ഇവിടെ 5:30 മണിക്ക് പാൻ കൊടുക്കട്ടാ. അപ്പം നോമ്പ് മുറിക്കാൻ എന്തെങ്കിലും എല്ലാം ഫ്രിഡ്ജിലുണ്ടാകുന്നല്ലേ നമുക്ക് തപ്പാം. ഫ്രൂട്ട്സ് ഉണ്ട്. ഇന്ന് സാലഡൊന്നും ഉണ്ടാക്കുന്നില്ല. ഇനിയാണ് ഊത് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഓന് എണിക്കണം. ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടോ. ഇവിടെ നിന്നാൽ നമുക്ക് കുറേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ഇതെല്ലാം ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടായിട്ടുള്ളത് എല്ലാം കാണാൻ കഴിയും. എന്താണ് ചെറിയൊരു കുഞ്ഞ് സൈക്കിളിൽ പോകുന്നു. അപ്പോൾ ഉമ്മ എന്തുമ്മ ചൂടുന്നത്? പുളിവാളം ചൂടുന്നുണ്ട്. പുളിവാളം കുറേ ഞാനല്ല ഇപ്പം ഇത് ഇങ്ങനല്ലേ എൻ്റെ തന്നെ ആൾക്കാർ പോയിട്ടപ്പോൾ എങ്ങനെ 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 ഇരിക്കുന്നു. ഞാൻ പണ്ട് ചൂടുന്നുണ്ടായ പുളിവാളം ഇപ്പോൾ ഒന്നുമല്ല. അപ്പോഴേ എന്നിട്ട് എനിക്ക് നിങ്ങളെ പുളിവാളം എങ്ങനെ ചോദിക്കുന്നു. ഇതിരുന്നാണ് ചുട്ടത് തൈതുണ്ട്. അടിപൊളിയായിട്ട് ചുട്ടതുണ്ട്. നല്ല സോഫ്റ്റ് പുളിവാളം. അങ്ങനെ നമ്മൾ പുളിവാളം
റെഡി ആകുന്നുണ്ട്. ഇനി ബട്ടൂറ ചുടാനുണ്ട്. ഓക്കെ, ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു 5 മിനിറ്റും കൂടി ഉണ്ടല്ലോ കേട്ടോ. അപ്പം ഞാനിതാ കണ്ടങ്ങൾ കാണുന്നുണ്ട് ആ ഒരു സൺസെറ്റും പിന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ ആ ബ്രിഡ്ജിലേക്ക് പോകുന്നുള്ള ആ ഒരു ഇത് എന്ത് കാണാൻ എന്ത് രസമാണെന്നറിയില്ല. ലൈവിൽ കാണുമ്പം ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇനിയിപ്പോൾ ആ വരുന്നുള്ള ലാഞ്ചി അതായത് ശരിക്കും അത് അടുത്ത് എത്തിക്കാകുമ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. പോളി ട്രാഫിക് കേട്ടോ. ദുബായിയുടെ ട്രാഫിക് എന്ന് പറയുന്ന പോലെ ട്രാഫിക്കാണ്. ഈ സൈഡ് ഞാൻ ഈ റോഡ് കണ്ടോ, റോഡ് അത് എവിടുന്നാന്നുള്ളത് പറയേണ്ട കാര്യമില്ല, അത്രത്തോളം ട്രാഫിക്കാണ്. ഇനി ഒന്ന് ആ ബോട്ട് ഇങ്ങോട്ടേക്ക് എത്തട്ടെ, ഞാൻ കാണിച്ചേരേ. കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു മൊഞ്ച് നോക്കി നിങ്ങൾ, എന്ത് രസമല്ലേ. അതാ നേരത്തെ ആ സൺസെറ്റിൻ്റെ കൂടി ഇങ്ങനെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലോ വാ അടിപൊളിയല്ലേ. എല്ലാവരും സൂപ്പിൻ്റെ കൂടെ ബ്രെഡ് ഉപയോഗിക്കുന്ന പോലെ ഞാൻ സൂപ്പിൻ്റെ കൂടെ നമ്മളെ പുളിവാള ശരിക്കും പറഞ്ഞാൽ പുളിവാളത്തിനില്ല കറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇനിയിപ്പോൾ കണ്ണൂരാരെല്ലാം താഴെ വന്നിട്ട് ഇതാക്കുമായിരിക്കും ഇത് മധുരമല്ലേ, ഞങ്ങളുടെ നാട്ടിലെ പുളിവാരമല്ലേ. ഇത് പുളിവാരം അല്ല കേട്ടോ, ഇത് പുളിവാളം കാസർഗോഡാണ്. ഇത് മധുരമല്ല, കറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണ്. ഉമ്മ നമ്മളെ ബട്ടൂറ ചുട്ടോണ്ടുണ്ട് കണ്ടോ. ബട്ടൂറിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് ഇട്ടിന് ആ ഒരു കണക്കിന് ബട്ടൂർ ഇതാക്കാം. ഇവിടെ ബട്ടൂറിൻ്റെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അസ്സലാമലൈക്കും. അപ്പൊ നമ്മളെ ഗസ്റ്റുകൾ വന്ന്, ഇതാണ് ഉമ്മ നേരത്തെ പറഞ്ഞ ഉമ്മാന്റെ മോള്, ഇത് ഓറ മച്ചഞ്ചി. നല്ല അടിപൊളി മുറുക്കല് ഹംസിത്ത. ഇരിക്കൂ 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 മുറുക്കല്ല പറ്റ്. അങ്ങനെ ഓര് വന്നിട്ട് എന്ന് കുറേ മുണ്ടി എല്ലാം കഴിഞ്ഞിട്ടാവോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനെല്ലാം തുടങ്ങി. അപ്പോൾ ഇതൊരു റോ വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പ്ലേ ബട്ടൺ കിട്ടണം. അപ്പോൾ അതിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.